വെൽക്കം ടു തേർഡ് ലെയർ അറൗണ്ട് അസ്. അത് നമ്മുടെ ഹാപ്പിനെസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന മൂന്നാമത്തെ ലെയർ, പുറത്തുനിന്ന് മൂന്നാമത്തെ ലെയർ. അതിൻ്റെ പേര് ഈഗോ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ലെയർ. എല്ലാ ലെയറിലും വെച്ച് ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ള ലെയർ ഇതാണ് നമുക്ക് ഏറ്റവും ക്രിട്ടിക്കലായിട്ട് പീൽ ഓഫ് ചെയ്ത് കളയേണ്ടത്. സന്തോഷം കണ്ടെത്താനായിട്ട് പീൽ ഓഫ് ചെയ്ത് കളയേണ്ടത്. ഇത് കോൺഷ്യസും അൺകോൺഷ്യസ് ഫാക്ടേഴ്സും ഫ്യൂൽ ചെയ്യുന്നൊരു ലെയറാണ്. നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ് ഫോർ എക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ടീമിലെ ഒരു കുട്ടി വളരെ മൂടിയായിട്ട് കാണപ്പെട്ടു. 2-3 ദിവസമായിട്ട് നോട്ട് ചെയ്യുന്നു. പുള്ളിക്കാരുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 മാസമേ ആകുന്നുള്ളൂ. അല്ലറ ചില്ലറ സൗന്ദര്യ പണങ്ങളാണെന്നൊക്കെ കരുതി. പക്ഷേ കക്ഷി അത്യാവശ്യം മച്ചുവേർഡാണ്. ഭയങ്കര സങ്കടം വരുന്നു, ദേഷ്യം വരുന്നു. 2-3 ദിവസമായിട്ട് ഭയങ്കര മൂഡ് ഓഫൊക്കെയാണ്. പോട്ടെ എന്ന് വിചാരിച്ചു. ഒരാഴ്ച ആയിട്ട് ഇത് മാറാത്തപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ക്യാഷ്വലായിട്ട് ഒന്ന് കാര്യം ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചു. കുറച്ച് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരി കരയാൻ തുടങ്ങി. പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇറ്റ് വാസ് എ ടോക്സിക് മാരേജ്. ഇത്ര പെട്ടെന്നൊരു സഡൻ കൺക്ലൂഷനാണ്. ഞാൻ ആദ്യം ആലോചിച്ചത് ഇങ്ങനൊരു കൺക്ലൂഷൻ ആയത്. ഒരു ഹിൻഡ് ഇതുവരെ മുമ്പ് വന്നിട്ടില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ റീസണിങ് ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിലേക്ക് വന്നു. ഓക്കെ, എന്താ കാര്യം എന്നറിയാൻ വേണ്ടി ഞാൻ പുള്ളിക്കാരോട് ചോദിച്ചു. എന്താ കാര്യം എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. പുള്ളിക്കാർ പറഞ്ഞു, ഭർത്താവ് ഭയങ്കര സംശയരോഗിയാണ്. ഇവിടെ ഇല്ല ഭർത്താവ് ചെന്നൈയിലാണ്. എല്ലാപ്പോഴും ഫോൺ വിളിക്കും, എല്ലാ കാര്യങ്ങളും ഞാൻ പറയണം. പുള്ളിക്കാരി വളരെ ബാഡ് മൂഡായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ട, ലഞ്ചിൻ്റെ സമയത്ത് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അന്നേരം മീറ്റിംഗ് അവിടെ വെച്ച് നിർത്തി. കഴിഞ്ഞ ലഞ്ചിൽ ഞങ്ങൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഹസ്ബൻഡിൻ്റെ കോൾ വന്നു. റെസ്പോണ്ട് ചെയ്ത് എൻ്റെ മുന്നിൽ വെച്ച് തന്നെയാണ് പുള്ളിക്കാർ റെസ്പോണ്ട് ചെയ്ത് അവരുടെ സംസാരം നടന്നത്. പക്ഷേ അത് വളരെ ക്യാഷ്വൽ കോളായിട്ടാണ് എനിക്ക് നടന്നത്. ലഞ്ചിനെ കുറിച്ച് മാത്രം അന്വേഷിച്ച് അങ്ങ് നിർത്തി. കുറച്ച് ക്വസ്റ്റ്യൻസ് എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങി. ഞാൻ പിന്നെ ക്യാഷ്വലി പുള്ളിക്കാരോട് ചോദിച്ചു, ഒരു ദിവസം എത്ര പ്രാവശ്യം ഹസ്ബൻഡ് വിളിക്കും? പുള്ളിക്കാർ പറഞ്ഞു 3 times. ഓക്കെ, എനിക്ക് ഡൗട്ട് തോന്നി. ഞാൻ ചോദിച്ചു, ഇതെന്താ സംശയം കൊണ്ട് വിളിക്കുന്നതാണോ? പുള്ളിക്കാരൻ പൊസസീവ് ആയതുകൊണ്ട് വിളിക്കുന്നതാണോ? ഒത്തിരി സ്വാർത്ഥത കൊണ്ട് വിളിക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചു. പുള്ളിക്കാർ പറഞ്ഞു, അതൊന്നുമല്ല. ഹസ്ബൻഡ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഫുഡിനെക്കുറിച്ച്, വർക്കിനെക്കുറിച്ച്, ട്രാവലിനെക്കുറിച്ച്, ഹോസ്റ്റലിലേക്ക് രാത്രി പോകുന്നതിനെക്കുറിച്ച്, ഫ്രണ്ട്സിനെക്കുറിച്ച് എല്ലാം ചോദിക്കും. നമ്മൾ 1-2 പ്രാവശ്യം ഡിസ്കസ് ചെയ്തു. പക്ഷേ എനിക്ക് അതിൽ ആ റിലേഷൻഷിപ്പിൽ എനിക്കധികം അബ്നോർമലോ ടോക്സിക്കോ ആയിട്ടോ ഒന്നും ആ സമയത്ത് കാണാൻ സാധിച്ചില്ല. പിന്നെ ഒരു സന്ദർഭത്തിൽ ഞാൻ പുള്ളിക്കാരിയുടെ പേരൻസിനെ കുറിച്ച് ചോദിച്ചു. പുള്ളിക്കാരിയുടെ ലൈഫിനെക്കുറിച്ച്, പുള്ളിക്കാരിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി പുള്ളിക്കാരിയോട് സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരുടെ ഫാദർ ട്രിവാൻഡ്രത്ത് ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. അമ്മ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ഒരു ടീച്ചറാണ്. അവരുടെ സ്റ്റഡിയിങ് എല്ലാം ബാംഗ്ലൂർ മാത്രമായിരുന്നു. അവരുടെ സ്റ്റഡീസ് എല്ലാം, പുള്ളിക്കാരുടെ സ്റ്റഡി എല്ലാം ബാംഗ്ലൂരായിരുന്നുകൊണ്ട് ബാംഗ്ലൂരായിരുന്നു അവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ഫാദർ സാറ്റർഡേ നൈറ്റ് ആകുമ്പോൾ വീട്ടിൽ വരും, മൺഡേ മോർണിംഗ് ആകുമ്പോൾ പോവുകയും ചെയ്യും. അതാണ് ലൈഫ് ഒരു എക്സ്പീരിയൻസ്. അതിനൊരു പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് റൂട്ട് കോസിലേക്ക് പതുക്കെ ഞാൻ അടുത്ത് തുടങ്ങി. എനിക്ക് എന്താണ് കാരണം എന്ന് എനിക്ക് പതുക്കെ മനസ്സിലായി തുടങ്ങി. ഈ ലൈഫ് എക്സ്പീരിയൻസ് അൺകോൺഷ്യസ്ലി പുള്ളിക്കാരുടെ മനസ്സിൽ ഹസ്ബൻഡിൻ്റെ ഒരു റോള് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു മിനിമം ഇൻട്രാക്ഷൻ ആയിരിക്കും, ഫാമിലിയെ ഫിനാൻഷ്യലി കൺട്രോൾ ചെയ്യുന്നതായിരിക്കും, അങ്ങനെ കുറച്ച് ഇൻറ്റിമസി കുറച്ചേ കാണുകയുള്ളൂ, ഫ്രണ്ട്സിനായിരിക്കും കൂടുതൽ ഇൻറ്റിമസി. അങ്ങനെ ഒരു ബിലീഫ് പുള്ളിക്കാരിയുടെ ഉള്ളിൽ വന്നു. പുള്ളിക്കാരുടെ മനസ്സിൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നൊരു പിക്ചറാണ് വന്നത്. ഇത് കുറ്റമല്ല, അവസ്ഥകൾ അങ്ങനെയായിരുന്നു. പലയിടത്തും ജോയിൻറ്റ് ഫാമിലിയും അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിരിക്കുന്ന ഫാമിലിയിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങളും സെഡിമെൻ്റ് ആയി പോകും. ഇത് ഞാൻ പറഞ്ഞു തീർത്തപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞു നിർത്തുന്നുള്ള 2-3 ദിവസം എടുത്ത് നിർത്തിയ ഡിസ്കഷൻസ് സംസാരമാണ് പുള്ളിക്കാരി സംസാരിച്ച് ചെയ്തത്. ചാടിക്കറി നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ആ കുട്ടിയെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. ജീവിതത്തിലെ പല വീക്ഷണകോണുകളും നമ്മൾ ജീവിച്ച സാഹചര്യമൊക്കെ പറഞ്ഞപ്പം പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇതെന്തായിരുന്നു പ്രശ്നം എന്ന് മനസ്സിലായി. പുള്ളിക്കാരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് പുള്ളിക്കാരിക്ക് ആ ഒരു വേറൊരു പെർസ്പെക്റ്റീവ് കിട്ടി. അതൊരു ഇനിഷ്യൽ ഹിക്കപ്പായിരുന്നു. പുള്ളിക്കാരി അതിനുശേഷം ഒരു 3 months ലീവൊക്കെ എടുത്ത് ചെന്നൈയിൽ പോയി താമസിച്ചു. അവർ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ആയി. ഇപ്പോൾ അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുന്നുണ്ട്. ദ ഹോൾ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എക്സാമ്പിൾ പറഞ്ഞതിൻ്റെ ഹോൾ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺകോൺഷ്യസ്ലി പുള്ളിക്കാരിക്ക് ഹസ്ബൻഡ് എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി മനസ്സിൽ വെച്ചിരുന്നു. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റുള്ളവരാൽ ഇംപ്ലാന്റ് ആയപ്പെട്ട ഒരു ഐഡൻറ്റിറ്റിയാണത്. നമ്മുടെ മനസ്സിനെ ഒരു ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു പെൻഡ്രൈവ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓരോ തവണയും ഓരോ എക്സ്പീരിയൻസ് വരുമ്പം നമുക്ക് ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ഇവിടെ.
റിലേഷൻഷിപ്പ് ആയാലും ശരി, വിഷമങ്ങളായാലും ശരി, ഓരോ തവണയും നമ്മൾ ന്യൂ ആയിട്ട് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ ഒരു ഫോൾഡർ ഉണ്ടാവും. ലൈക്ക് ഒരു ടീച്ചർ, ഫാദർ, ഹസ്ബൻഡ്, ഇതിനെല്ലാം ഓരോ ഫോൾഡറാണ്. നമ്മുടെ മെമ്മറീസും നമ്മുടെ എല്ലാ ഇൻപുട്ടും ആ ഫോൾഡറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓരോ റോളിനും ഓരോ ഫോൾഡർ, അതിലേക്ക് ഉള്ള ഇൻപുട്സ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ടിപ്പിക്കൽ എക്സാമ്പിൾ പറഞ്ഞാൽ, 2 ഫ്രണ്ട്സ് തമ്മിൽ കല്യാണം കഴിക്കാതിരിക്കട്ടെ. അതുവരെ അവരുടെ ഉള്ളിലുള്ള ഫോൾഡർ എന്ന് പറയുന്നത് ഫ്രണ്ടിൻ്റെ ഫോൾഡറാണ്. ആ ഫ്രണ്ടിൻ്റെ ഫോൾഡറിലാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ മുഴുവൻ കിടക്കുന്നത്. ആൾക്കാരെല്ലാം ആ ഫ്രണ്ടിൻ്റെ ഫോൾഡറിലാണ്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആൾക്കാരെല്ലാം ഫ്രണ്ടിൻ്റെ ഫോൾഡറിലാണ് കിടക്കുന്നത്. കല്യാണം കഴിഞ്ഞു, നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഫോൾഡർ മാറി ഹസ്ബൻഡായി അല്ലെ വൈഫായി. മനസ്സിലാണത് മാറിയത്. പക്ഷേ ആൾക്കാർ അങ്ങനെ പെട്ടെന്ന് മാറണമെന്നില്ല. അവരുടെ ഐഡൻറ്റിറ്റി ഇപ്പോഴും ഫ്രണ്ടിൽ തന്നെയാണ് കിടക്കുന്നത്. നമ്മളുടെ എക്സ്പെക്റ്റേഷൻ പെട്ടെന്ന് മാറി വേറെ ഫോൾഡറിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷനായി. നമ്മൾ ഹസ്ബൻഡെന്ന് ഇട്ട് വെച്ചിരിക്കുന്ന ഫോൾഡറിൽ നിന്നാവും നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് പെട്ടെന്ന് മാറുന്നു. പക്ഷേ അവരിപ്പോഴും ഫ്രണ്ട് ഫോൾഡറിൽ തന്നെയാണ്. അങ്ങനെ വേറെ ഫോൾഡർ വേറെ ആൾക്കാർ ഇംപ്ലാന്റ് ചെയ്യപ്പെട്ട് നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഈ ഐഡൻറ്റിറ്റീസ് അൺകോൺഷ്യസ് ലെവലിലാണ് ചേഞ്ച് ആകപ്പെടുന്നത്. ഒരു വൈഫ് മദർ ആകുമ്പോഴും ഹസ്ബൻഡ് ഫാദർ ആകുമ്പോഴും എല്ലാം ഇതാണ് സംഭവിക്കുന്നത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ മിസ്മാച്ച് വരുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ എക്സ്പെക്റ്റേഷൻ മിസ്മാച്ചാണ് വരുന്നത്, അവർ വേറെ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടല്ല. ഇത് ഹ്യൂമൻ ബീങ്സിനെല്ലാം നോർമലാണ്. എന്താണ് നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാറ്റണമെങ്കിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അവെയർനെസ് ആണ്. നമ്മുടെ പാറ്റേൺസ്, നമ്മൾ ആ ഫോൾഡർ ഉണ്ടാക്കിയിരിക്കുന്ന പാറ്റേൺസ് എന്തൊക്കെയാണെന്ന് അറിയണം. നമ്മൾ സെൽഫിനോട് ആദ്യം ഓതൻറ്റിക് ആകുക. നമ്മുടെ ഹാപ്പിനെസ് കണ്ടുപിടിക്കാൻ പോകുമ്പോൾ ഈ ഫോൾഡറുകളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ഈ രീതിയിലാണ് നമ്മൾ സ്വയം പറഞ്ഞ് മനസ്സിലാക്കുക. ഈ ചോദ്യങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക. നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ചെയ്യുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും ഏറ്റവും ബെറ്ററാണ്. നമ്മൾ ഈ സ്വയം റോൾസിനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമ്മൾ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ ഡൗൺലോഡബിൾ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എടുത്ത് ഡൗൺലോഡ് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക, ചോദിക്കുക. ആദ്യത്തെ ചോദ്യം, നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരിൽ നിന്നും ഏതൊക്കെ റോളുകളാണ് നിങ്ങൾ കണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏതെല്ലാം വിധത്തിലാണ് അത് നിങ്ങളെ സ്വാധീനിച്ചത്? അതേ രീതിയിൽ നിങ്ങൾ ഏതൊക്കെയാണ് അവതരിപ്പിക്കുന്നത്? ഈ ചോദ്യം സ്വയം ചോദിക്കുക, മറ്റുള്ളവരോട് ചോദിക്കുക, ആൻസറുകൾ എഴുതുക. കാരണം നമ്മളിത് അവെയർ ആകാൻ പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടെടുത്ത കാര്യങ്ങൾ, ഇങ്ങനെയാണ് നമ്മുടെ ഫോൾഡർ ക്രിയേറ്റ് ആകപ്പെട്ടത്, നമ്മൾ അവെയർ ആകുകയാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ബാധകമല്ലാത്തതിനാൽ നിങ്ങൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന റോളുകൾ ഏതൊക്കെയാണ്? പല റോളുകളും നമുക്ക് ആവശ്യമില്ല, പക്ഷേ നമ്മളത് കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനത്തെ റോളുകൾ ഏതൊക്കെയാണ്? മൂന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ബാധകം ആയതിനാൽ ജീവിതത്തിൽ ഇനിയും കൊണ്ടു നടക്കണം എന്നാഗ്രഹമുള്ള റോളുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഈ റോളുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ ഏതൊക്കെ ഗെറ്റ് റിഡ് ചെയ്യണം, ഏതൊക്കെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ക്ലോസറാണ്. നമ്മൾ ട്രൂ സെൽഫിലേക്ക് ഒരു സ്റ്റെപ്പ് ക്ലോസർ ആകുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആ സെൽഫ് ഇൻറ്റഗ്രിറ്റി കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എൻ്റെ ചോദ്യം, ഹു ആർ യു? നിങ്ങളുടെ ആൻസർ ഐ എം എ മദർ, ഐ എം എ ഫാദർ, ടീച്ചർ, ഇലക്ട്രീഷ്യൻ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഈ കമ്പനി ബ്ലാ ബ്ലാ ബ്ലാ, ഒരു ചേച്ചിയാണ്, അനിയനാണ്, ചേട്ടനാണ്, അങ്ങനെ പല 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 ആൻസറുകളായിരിക്കും നിങ്ങൾ പറയുന്നത്. ഞാനൊരു കൃഷിക്കാരനാണ്, ഡോക്ടറാണ്, എഞ്ചിനീയർ, അങ്ങനെ പല ആൻസറുകൾ നിങ്ങൾ പറഞ്ഞായിരിക്കും. അത് നിങ്ങളുടെ ട്രൂ ഐഡൻറ്റിറ്റി അല്ല, അതൊരു പാർഷ്യലാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സംഭവിക്കുകയാണ്, അവർ വളർന്നു വരുന്ന എൻവയോൺമെൻറ്റ് അനുസരിച്ച് അവരുടെ ഈഗോ അസോസിയേറ്റ് ചെയ്തിരിക്കും. ഒരു അനദർ ഫോൾഡർ കൺസിഡർ ചെയ്യുക, പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ഫോൾഡർ കൺസിഡർ ചെയ്യുക. ഈ പ്രോബ്ലം വെച്ചാണ് നമ്മൾ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നതെന്നിരിക്കട്ടെ. നമ്മുടെ ഐഡൻറ്റിറ്റി അന്നേരം അവിടെ വ്യതിചലിക്കപ്പെടുകയാണ്. ആൾക്കാരെ ഹാപ്പിനെസ്സും ജോയും വെച്ച് കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മളൊരു പെയിൻ ആയിട്ടായിരിക്കും, പെയിൻ ഫോൾഡറിലായിരിക്കും നമ്മൾ ആളെ കാണുന്നത്. നമ്മളൊരു പെയിൻ ഫോൾഡറിലായിരിക്കും നമ്മൾ സ്വയം കാണുന്നത്. പലരും മാറ്റത്തെ ചെറുക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുന്നതിൻ്റെ ഒരു പൊതു കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന് തോന്നുമെങ്കിലും അവർ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്ന പ്രശ്നം അവരുടെ ഐഡൻറ്റിറ്റി ആയിട്ട് ഇങ്ങനെ ഇഴചേർന്ന് കിടക്കുന്നുള്ളതാണ്. അത് ഒരുപാട് ഫിലോസഫിക്കലായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് വേണ്ട, വിട്ടുകളയുക. എന്താ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. അവർക്ക് പെയിൻഫുൾ അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങും. ആ പെയിൻഫുൾ ഐഡൻറ്റിറ്റി അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങും. പതുക്കെ ആൾക്കാരെ കാണുന്നതും അവരങ്ങനെ തന്നെ കണ്ടെടുക്കാൻ തുടങ്ങും. ഓക്കെ, ഈ പെയിനോട് അറ്റാച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ കാണുന്നതെല്ലാം എന്താണ്, എന്ത് തെറ്റാണ്, നമ്മൾ അവരോട് എന്താണ് ചെയ്തത് മോശമായിപ്പോയി, നമ്മൾ അവരെ വിഷമിപ്പിച്ചു, അങ്ങനെ പറഞ്ഞൊരു ഐഡൻറ്റിറ്റി കൂടെ ആയിരിക്കും നമ്മളവരെ കാണാൻ ശ്രമിക്കുന്നത്. ആ ഒരു റിഗ്രറ്റ് ആയിരിക്കും നമ്മളെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മളെ അസന്തുഷ്ടനാക്കുന്ന കാര്യങ്ങൾ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും നമ്മൾ നിർബന്ധിതരായി പോകും. നമ്മൾ ഒരു ഭാഗം അതിനെ എതിർക്കുമായിരിക്കും, പക്ഷേ നമ്മളെങ്ങാനും അത് നിർബന്ധിതരായി പോകും. നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു ഫോൾഡറുണ്ട്, അതിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത്രമാത്രം ഇപ്പോൾ കൂട്ടുക. ഇനി
കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വയം ചോദിക്കുക. അതെന്താണെന്ന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഏതെല്ലാം വിധത്തിലാണ് ഒരു പ്രശ്നം നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമായി എന്ന് നിങ്ങൾ കണക്കാക്കുന്നു. ക്വസ്റ്റ്യൻ ദഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിട്ടുകളയുക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, അതില്ലെങ്കിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ടോ? അനലൈസ് ചെയ്യുക, ബാക്കിയുള്ളവരോട് അനലൈസ് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അടുത്ത ചോദ്യം, പ്രശ്നം കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നം കാരണം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടുന്നുണ്ടോ? അടുത്ത ചോദ്യം, പ്രശ്നം നിങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം നൽകുന്നുണ്ടോ? അത് കുറച്ച് വേർഡായിട്ട് തോന്നും, പക്ഷേ എന്നാലും ആ പ്രശ്നങ്ങൾ നമ്മൾ ഐഡൻറ്റിറ്റി ആയിട്ട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസബിലിറ്റി നമ്മൾ ചിലപ്പോൾ ഒരു ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ, സിമ്പതി ലൈനിൽ കൂടെയൊക്കെ എത്തിക്കാനൊക്കെ സഹായിച്ചേക്കാം. നിങ്ങളുടെ ആൻസർ യെസ് എന്നാണെങ്കിൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയുടെ ഒരു പാർട്ടാണെന്നാണ് അർത്ഥം. ആ അതൃപ്തി ഉണ്ടെങ്കിലും നിങ്ങൾ അത് കൊണ്ട് നടക്കുന്നുണ്ട്. ഇതാണോ ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നതെന്ന് സ്വയം ചോദിക്കുക. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ഭൂതകാലം, ബാക്കിയുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു, നിങ്ങളുടെ പണം, നിങ്ങളുടെ ആസ്തി, സ്വത്തുവകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും നിങ്ങളുടെ ഐഡൻറ്റിറ്റി അല്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ച് സക്സസ്ഫുൾ ഐഡൻറ്റിറ്റി, ഹാനികരമായ ഐഡൻറ്റിറ്റിയെ കുറിച്ചുള്ള നോർമലി ആൾക്കാർ വീണു പോകുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഐഡൻറ്റിറ്റീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. സോ until we meet next time with another video, stay happy, keep smiling, bye bye. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഷെയർ ചെയ്യുക. അവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ ടോക്സിക് പോസിറ്റിവിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എല്ലാ ഇനിഷ്യേറ്റീവ്സും പ്ലേലിസ്റ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ചാനൽ ചെക്ക് ചെയ്യുക.